ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ മഴ സമയത്ത് കണ്ട ഒരു ലൊക്കേഷനാണ് ഇത്. അപ്പൊ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണം എന്നുള്ളത്. ലൊക്കേഷൻ വരുന്നത് അൽ ബറാറി. റോഡ് വ്യൂ എല്ലാവരും കണ്ടതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു ഫാം റെസ്റ്റോറന്റ് കാണിക്കാം. ഗൈസ്, ഈ ഒരു സ്ഥലം പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 4 മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പുറത്തത്തെ അല്ല നമുക്ക് കാണേണ്ടത്, അകത്തത്തെയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ. തായ്ലൻഡ് ബാലിയിലുള്ള കഫേസ് ഒക്കെയാണ് ഞാൻ ഇങ്ങനെ കൂടുതലും കണ്ടിട്ടുള്ളത്. ഒരു ഫാം റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ ഒരുപാടുണ്ട്. പണ്ടൊക്കെ നമുക്ക് വെറുതെ കയറായിരുന്നു, പക്ഷെ ഇപ്പൊ ടേബിൾ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അകത്തേക്ക് നമ്മളെ കയറ്റുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര ലക്ഷറി ആണെങ്കിലും മാനേജബിൾ ആണ്. ഞാൻ ഇതുപോലത്തെ പ്ലേസസ് കാണിക്കുമ്പോൾ എനിക്ക് വരുന്ന കമന്റ്, ഇത് നമുക്ക് പറ്റിയ ഏരിയ അല്ല എന്നാണ്. നമ്മൾ ഒരേ രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എവിടെ എത്താനൊന്നും പോകുന്നില്ല. ആ രീതിയിൽ തന്നെയായിരിക്കും ലൈഫ് ലോങ് വരെ നമ്മൾ ജീവിക്കുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും പ്ലേസ് ആയിരിക്കണം എക്സ്പ്ലോർ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തേ പറ്റുള്ളൂ. മെനുവിലുള്ള ലോ പ്രൈസ് ആയിട്ടുള്ള എന്തെങ്കിലും 1-2 ഓർഡർ ചെയ്യും. ഒരു 3-4 ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പോവുക. എല്ലാ കഫേസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിലും ബില്ല് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടിപ്പോയാൽ 30-40 ദിർഹം പെർ ഹെഡിന് വരും. അതിനനുസരിച്ച് ഓർഡർ ചെയ്യണേ. മാത്രല്ല ഗൈസ്, നല്ല കൊതുക്. അതും ഈ കൊതുക് എന്ന് പറഞ്ഞാൽ കുറെ നേരം ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് കൊതുക്. അപ്പോൾ ഇനി ആരും സിറ്റുവേഷൻ പറഞ്ഞിരിക്കരുത്. എൻജോയ് ചെയ്യൂ ഗൈസ്, എക്സ്പ്ലോർ ചെയ്യൂ ഗൈസ്.